എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ 8:7. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവ കൃപയുടെ ഒരു അത്ഭുതത്തിലേക്കാണ് ഈ വേദഭാഗം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധി പ്രസ്താവനയ്ക്കായി യേശുവിൻ്റെ മുൻപിൽ ഹാജരാക്കിയ സംഭവമാണ് ഇത് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൊടുക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയ ഒരു കെണിയായിരുന്നു. പാപികളുടെ സ്നേഹിതൻ എന്ന പേര് വിളിക്കപ്പെട്ട യേശു പാപത്തെക്കുറിച്ച് ഒരു മൃദു സമീപനം സ്വീകരിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അങ്ങനെ സ്വീകരിച്ചാൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനെന്ന യേശുവിനെതിരെയുള്ള ആരോപണം കടുപ്പിക്കും. ന്യായപ്രമാണം പറയും പോലെ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ യേശു സമ്മതിച്ചാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരപരിധിയിലുള്ള വധശിക്ഷയുടെ അധികാരം കയ്യാളിയതിൻ്റെ പേരിൽ റോമൻ അധികാരികളുടെ എതിർപ്പിനും അങ്ങനെ യേശുവിൻ്റെ തകർച്ചയ്ക്കും അത് മുഖാന്തരമാക്കാം. 2 തരത്തിലായാലും യേശുവിനെ കൊടുക്കുന്നതിനുള്ള മാർഗം മെനഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. പുറമേ ഉള്ളവ മാത്രം കണ്ട് വിധിക്കരുത് എന്ന് പറഞ്ഞ വചനത്തിൻ്റെ സാധൂകരണത്തിനായി യോഹന്നാൻ ഇത് ഉൾക്കൊള്ളിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. യേശു ഒരിക്കലും പുറമേ കാണുന്നത് കൊണ്ട് മാത്രം വിധിക്കുകയില്ല. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ തന്നിൽ ഗുപ്തമായി സൂക്ഷിച്ചിരിക്കുന്ന യേശു തമ്പുരാൻ പാപത്തോടും വീഴ്ചയോടുമുള്ള ദൈവിക സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ട് പാപമോചനത്തിൻ്റെ പരിമളം പരത്താൻ ഈ സന്ദർഭത്തെ ഉപയോഗിച്ച് ദൈവസ്വഭാവവും ദൈവിക നീതിയും ഇതിലൂടെ പ്രകടമാക്കി. ഒരു വ്യക്തിയെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ആക്ഷേപിക്കുന്ന ശൈലി ക്രിസ്തീയമല്ലെന്ന് എല്ലാ കാലത്തെയും വേദപുസ്തക വായനക്കാരെ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ഓരോ സംഭവത്തിനും അതിൻ്റെതായ പശ്ചാത്തലവും സ്വഭാവവും ഉണ്ടാകും. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സ്വഭാവങ്ങൾ അറിയാതെ സംഭവങ്ങളെ മാത്രം പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചാൽ അത് നീതിപൂർവം ആകണമെന്നില്ല. സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും കുടുംബ പരിശുദ്ധിയെക്കുറിച്ചും ശക്തീകരിച്ച് പറയേണ്ടത് ക്രിസ്തീയ ഉത്തരവാദിത്വമാണ്. ദൈവഹിതത്തിന് അനുസരണമായുള്ളതും ദൈവ മഹത്വത്തിന് ചേരുന്നവയും ശാക്തീകരിക്കപ്പെടണം എന്നതും നമ്മുടെ നിലപാടായിരിക്കണം. 2, ദൈവത്തിൻ്റെ കൃപാപൂർണമായ ക്ഷമയെ ഉയർത്തി കാണിക്കുന്ന വേദഭാഗമാണിത്. ദൈവകൃപയുടെ അത്ഭുതമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. തീയോടും ഇടിയോടും കൂടെ ജനത്തിന് സീനായി പർവ്വതത്തിൽ വെച്ച് ധാർമ്മിക ജീവനത്തിൻ്റെ കൽപ്പനകൾ നൽകിയ മഹാഭയങ്കരമായ ദൈവം കൽപ്പന ലംഘനത്തിൻ്റെ കുറ്റബോധത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ മഹാദയാലുവായി കാണപ്പെടുന്നു. അതാണ് മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യകരമായ കാര്യം. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന യേശുവിൻ്റെ പ്രസ്താവനയുടെ ആഴം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ ഈ ശബ്ദം ഇന്നും നിലയ്ക്കാതെ മാറ്റൊലി കേൾപ്പിക്കുകയാണ്. പാപമുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രത്യാശ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാം. 3-മതായി ദൈവിക നിയമങ്ങളോടുള്ള ഒരു പുതിയ അനുസരണത്തിന് ഈ വേദഭാഗം ആ സ്ത്രീയെയും വായനക്കാരെയും വെല്ലുവിളിക്കുന്നു.
ശിക്ഷാവിമുക്തയാക്കപ്പെട്ട സ്ത്രീയോട് മേലിൽ പാപരഹിതയായി ജീവിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. അപ്പോൾ പാപത്തെ ഗൗരവമായി കാണുന്നവനാണ് യേശു. ന്യായപ്രമാണത്തെ ഗൗരവമായി കാണുകയും പാപത്തിൻ്റെ ശിക്ഷ യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പാപക്ഷമയോടുള്ള മനുഷ്യൻ്റെ കൃതജ്ഞതയാണ് ഈ വേദഭാഗം നമ്മെ കൂടുതൽ ആകർഷണീയമാക്കുന്നത്. മറ്റുള്ളവരാൽ കല്ലെറിയപ്പെട്ട് വേണമെങ്കിൽ അന്നേ കൊല്ലപ്പെടാമായിരുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ പുതിയ നാമ്പുകളിലേക്ക് ദൈവ കൃപയോടെ ആ ഒരു തണലിൽ ജീവിതം ആരംഭിക്കുകയാണ്, ആരംഭിക്കുകയാണ്. ഇതാണ് ദൈവം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തകർച്ചയുടെയും വീഴ്ചയുടെയും നാശത്തിൻ്റെയും പാപത്തിൻ്റെയും ഒക്കെ കുഴികളിൽ നിന്ന് ഒരു മടങ്ങി വരവ്, ഒരു പുതിയ ജീവിതം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാനും മടങ്ങി വരുവാനും ദൈവിക ബോധ്യത്തിലും ദൈവബോധത്തിലും ജീവിപ്പാനും സഹായിക്കണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നയിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.